ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ഞണ്ട് മസാലയാണ്. ഞണ്ട് മസാല ഇട്ടതും അതുപോലെ തന്നെ കപ്പ പുഴുങ്ങിയതുമാണ്. ഇതിപ്പം കടഞ്ഞണ്ടാണ്. ഇത് ഞാനും ഹസ്ബൻഡും കൂടി ലുലുവിൽ പോയപ്പം വാങ്ങിച്ചതാണ്. ഈ സ്ഥലത്ത് കടഞ്ഞണ്ടൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇത് സൗദി തബൂക്ക് ഏരിയ ആണ്. അപ്പം ലാസ്റ്റ് ബുധനാഴ്ചയായിരുന്നു ഞങ്ങളിത് മേടിച്ചത്. ഇപ്പം മേടിച്ചിട്ട് 2 ദിവസമായി. ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഇന്നാണ് എടുക്കുന്നത്. ഇന്ന് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ വീട്ടിൽ മമ്മിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളെപ്പോഴും ഞണ്ടിൻ്റെ മസാല റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഇത് ക്ലീൻ ചെയ്യാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇറച്ചി കരന്നു പോവും എന്നാണ് പറയുന്നത്. കരന്നു പോകുകയെന്ന് വെച്ചാൽ അത് ഇല്ലാതാവുക എന്നാണ് പറയുന്നത്. അതുപോലെ ഈ കാല് കണ്ടോ, ഇങ്ങനെ കാല് ഒടിഞ്ഞ ഞണ്ട് വാങ്ങരുതെന്നും പറയും. കാര്യം കാല് പോയാൽ അതിൻ്റെ ഇറച്ചി കരന്ന് പോവും എന്നാണ് പറയുന്നത്. നമുക്ക് പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഇതൊന്നും നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കിട്ടുന്നതൊക്കെ മേടിച്ചിട്ട് വരും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മസാലയുടെ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാളയുണ്ട്, തക്കാളിയുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇനി കറിവേപ്പിലയും കൂടിയുണ്ട് കേട്ടോ. കറിവേപ്പില ഇതിൽ വെക്കാൻ ഇനി സ്ഥലമില്ല. അപ്പം ഞാൻ ഇതെല്ലാം അരിഞ്ഞു വെച്ചു. ഇനി ഞാൻ കരുതി നമ്മുടെ ക്രാബ് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ കപ്പ പുഴുങ്ങാനുള്ളതാണ്. ഇന്ന് അരപ്പിടുന്നില്ല, ജസ്റ്റ് പുഴുങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഫ്രോസൺ കപ്പയാണ്. ഞാനിതും ലുലുവിൽ നിന്ന് മേടിച്ച ഫ്രോസൺ കപ്പയാണ്. അപ്പോൾ ഇത് ഐസ് പോകാനായിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ലുലുവിൽ നമ്മുടെ നോർമൽ കപ്പയും കിട്ടും കേട്ടോ, പക്ഷേ അത് നല്ല വേവുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. ഇതാകുമ്പോൾ നല്ല വെന്ത് ഉടയും. എനിക്കെപ്പോഴും നല്ല ഉടഞ്ഞ കപ്പയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങുന്നത്. ഇവിടെ ലുലുവിൽ എല്ലാ സാധനങ്ങളും നമുക്ക് ബാക്കി സ്ഥലത്ത് കിട്ടുന്നത് പോലെ തന്നെ കിട്ടും, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രഷ് മീൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെനസ്ഡേ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ അവിടെ നിന്ന് കിട്ടുന്നതാണ്. പക്ഷേ ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ്സ് ട്രാവലിംഗ് ഉണ്ട് ലുലുവിലോട്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പോകാത്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഞാൻ ഞണ്ട് ക്ലീൻ ചെയ്യട്ടെ. ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല. അപ്പം നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കി പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ദാണ്ടെ അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പം കടുക് പൊട്ടിച്ച് ആദ്യം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കടുക് പൊട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ചേർക്കും. ഇഞ്ചിയും പച്ചമുളകും ഇട്ട് അതിൻ്റെ ആ ഒരു പച്ച മണം മാറി വരുമ്പം പിന്നീട് കറിവേപ്പിലയും അതിൻ്റെ ഒപ്പം തന്നെ സവാളയും ചേർക്കും. സവാള വഴന്ന് വരാനായിട്ട് കുറച്ചധികം ടൈം എടുക്കുമല്ലോ. ആ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അരപ്പിന് അത്യാവശ്യം ആ ഒരു ടൈമിൽ തന്നെ ഒരു ഉപ്പൊക്കെ അത്യാവശ്യം ചേർന്നിട്ടുണ്ടാവും. പിന്നെ ഞണ്ട് കറി വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കടഞ്ഞണ്ടാണല്ലോ, അപ്പോൾ അതിൽ ഉപ്പുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതറിഞ്ഞ് വളരെ ലിമിറ്റിൽ മാത്രം ആദ്യം ഉപ്പ് ചേർത്താൽ മതി. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. കടലിലെ ഞണ്ട് അതുപോലെ നെത്തോലി ഇതിനൊക്കെ എപ്പോഴും ഉപ്പ് കാണാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതറിഞ്ഞ് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ. സവാള ചേർത്തിട്ടുണ്ട്. സവാള കൂടുതലാണോ എന്നൊരു സംശയം എനിക്ക് ആദ്യം തോന്നി. അല്ല കേട്ടോ, കാര്യം ഇത് നല്ല വഴന്ന് വരുമ്പോഴത്തേന് ഈ ക്വാണ്ടിറ്റി ഇത്രയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതെന്തായാലും നല്ല മൂത്ത് വരണം. എന്താണ് പറയുക, സവാള എത്രത്തോളം മൂക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ഞണ്ട് മസാലയ്ക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ അത് പതുക്കെ അവിടെ ഇരുന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പം തബൂക്കിലെ വിശേഷങ്ങൾ, നിങ്ങൾക്ക് തബൂക്ക് എന്ന് പറയുന്ന സ്ഥലം ഫെമിലിയറാണോ? എനിക്കിവിടെ സൗദിയിൽ റിയാദ്, ദമാം ഇതൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ള സ്ഥലങ്ങൾ കേട്ടോ. വളരെ കുറച്ച് നാളേ ആയിട്ടുള്ളൂ ഞാൻ തബൂക്ക് എന്ന ഈ ഒരു പേര് കേട്ടിട്ട് ഇവിടെ താമസമായിട്ടും. നിയോം പ്രോജക്റ്റ് വരുന്നത് ഈ തബൂക്ക് ഏരിയയുടെ അടുത്തിട്ടാണ്. സോ അതുകൊണ്ടാണ് ഇപ്പം തബൂക്ക് കുറച്ച് റഷായി വരുന്നത്. എന്താ പറയുക, തബൂക്ക് വലിയ സിറ്റി ഒന്നുമല്ല. നമ്മൾ ദമാം, റിയാദ് കാണുന്ന പോലെ വലിയൊരു സിറ്റി ഒന്നുമല്ല തബൂക്ക്. കുറച്ചൊരു ഒഴിഞ്ഞ സ്ഥലമാണ്. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് വരുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിൽഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഡെവലപ്മെൻ്റ് എല്ലാം നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇപ്പം കാണാൻ സാധിക്കുന്നുണ്ട്. തബൂക്ക് എന്താ പറയുക, താമസിക്കാൻ നല്ല സ്ഥലമാണ് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റൊക്കെയാണ് ഇവിടെ. എപ്പോഴും നല്ലൊരു ഒരു കൂളിംഗ് ഏരിയ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, എപ്പോഴും ഒരു കൂളിംഗ് എഫക്റ്റ് ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഒരുപാടൊന്ന് റഷ് സിറ്റി ഒന്നുമല്ല, നല്ലൊരു സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
അപ്പം നിയോം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൗദിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് നിയോം എന്ന് പറയുന്നത്. ഒരുപാട് പേര് നിയോമിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം താമസിക്കാൻ പറ്റിയ, ഫാമിലിയോടെ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് തബൂക്ക്. തബൂക്കാണ് നിയോമിനോട് അടുത്ത് കിടക്കുന്ന സിറ്റി എന്ന് പറയുന്നത്. നമുക്ക് നിയോം നടക്കുന്ന ആ ഒരു ഏരിയയിൽ അക്കോമഡേഷൻ വലുതായിട്ട് ഇതുവരെയും വന്നിട്ടില്ല. സോ അതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സിറ്റി തബൂക്കാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം സ്കൂൾസൊക്കെ ഉണ്ട്, മാർക്കറ്റ്, ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ സ്കൂൾസ് ആണെങ്കിലും ശരി, പാകിസ്ഥാൻ സ്കൂൾസ്, എല്ലാ സ്കൂൾസ് എല്ലാം ഉണ്ട്. പിന്നെ തബൂക്ക് യൂണിവേഴ്സിറ്റി ഇവിടെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്. സോ നല്ലൊരു ഏരിയ ആണ് കേട്ടോ. എനിക്ക് ഞാൻ നേരത്തെ ഖത്തറിലായിരുന്നു താമസിച്ചിട്ടുള്ളത്. എനിക്ക് ഖത്തറിനേക്കാളും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് തബൂക്ക് എന്ന് പറയുന്നത്. നല്ല ജനങ്ങളാണ്, അവർ വളരെ ഫ്രണ്ട്ലിയാണ്. ഇവിടുത്തെ നേറ്റീവ്സ് ആണെങ്കിലും ശരി, അവർ നല്ല ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് നല്ലൊരു സ്ഥലമാണ്. നിങ്ങളും നിയോം ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കോമഡേഷന് ചൂസ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ആയിരിക്കും തബൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സവാള നല്ലതുപോലെ വഴന്ന് വന്ന ഒരു സമയത്ത് തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഞണ്ട് മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഈ സവാളയും തക്കാളി എല്ലാം നല്ലതുപോലെ എന്താ പറയുക, നല്ല വെന്തുടഞ്ഞ് ആ ഒരു നല്ല മൂത്ത് ആ ഒരു എണ്ണമയം ഇങ്ങനെ പുറത്ത് തെളിഞ്ഞ് വരണം. ആ ഒരു സമയം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരിക്കലും സവാളയുടെയോ തക്കാളിയുടെയോ ഒന്നും ഒരു പച്ചമണം നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും തക്കാളി ചേർത്ത് കാരണം ഇനി ഇത് വഴന്ന് വരാൻ നല്ല ടൈം എടുക്കും. ആ ഒരു തക്കാളിയും കൂടി നല്ലതുപോലെ വഴന്ന് വരട്ടെ. തക്കാളിയും സവാളയും അത്യാവശ്യം നല്ല വഴന്ന് എണ്ണ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയാണ് ആദ്യം നമ്മൾ ചേർക്കുന്നത്. ഇത് ഇത്രയും ചേർത്ത് ഇതും കൂടി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയുന്നില്ല, അതൊക്കെ നമ്മളുടെ ഒരു കണക്കാണ്, അറിയാലോ, നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. അപ്പം ഈ ഒരു മസാലാസും കൂടി നല്ലതുപോലെ വഴന്ന് വരണം. അതിന് ശേഷമാണ് നമ്മൾ ഞണ്ടിടുന്നത്. ഇത് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടണം. പിന്നെ ലാസ്റ്റായിട്ടാണ് നമ്മളിതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, നമ്മൾ ഓൾറെഡി മുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ഉണ്ടല്ലോ, ബാക്കി ആ ഒരു എരിയൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. മസാല നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഞണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഞണ്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങും കേട്ടോ. ഈ ഞണ്ടിൽ നിന്ന് നല്ലതുപോലെ ഈ മസാല ഒന്ന് പറ്റിച്ചതിന് ശേഷം വെള്ളം നോക്കുക. വെള്ളം നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചൂട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഞണ്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചട്ടി വളരെ ചെറുതാണ് കേട്ടോ, ഞണ്ട് ഇത്തിരി കൂടുതലുണ്ടായിരുന്നു, ചട്ടി വളരെ ചെറുതായിപ്പോയി. പക്ഷേ ഞാൻ ഈ ഒരു ചട്ടിയെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ, ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ ചട്ടിയെ കൊണ്ടുവന്നിരുന്നുള്ളൂ. എന്നാലും സാരമില്ല, ഇത് നല്ല വറ്റിച്ചെടുക്കുന്നത് കാരണം പിന്നീടൊന്ന് ഓക്കെ ആയിക്കോളും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇത് നല്ലതുപോലെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കണം. ഞണ്ട് നല്ല വേവുള്ള ഒരു ഫിഷാണല്ലോ, അപ്പം നല്ലതുപോലെ ഇത് വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് ഓപ്ഷണലാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചെടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒഴിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ ഞണ്ട് മസാല നല്ല ഫൈനായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിതൊരു റോസ്റ്റ് ഫോമിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ ചാറൊന്ന് പറ്റിച്ചെടുത്താൽ മതി. ഇവിടെ എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് ചാറ് വേണം. എൻ്റെ ഹസ്ബൻഡിന് ചാറ് നല്ലതുപോലെ വേണം. ആൾക്ക് എന്ത് കഴിക്കണമെങ്കിലും ആൾക്ക് കറി ഒരുപാട് വേണം. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിലൊന്ന് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ലാസ്റ്റായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ഓഫ് ചെയ്തിട്ടാണ്, സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമേ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാറുള്ളൂ. കാര്യം ഇവിടെ കോക്കനട്ട് പൗഡറാണ് കിട്ടുന്നത്. അപ്പം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഫൈനലി, ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, പെർഫെക്റ്റ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പരുവം, എൻ്റെ ഒരു ഞണ്ട് മസാലയുടെ പരുവം ഇതാണ്. ആക്ച്വലി എനിക്ക് എപ്പോഴും ഞണ്ട് തേങ്ങാക്കറി വയ്ക്കുന്നതാണ് ഇഷ്ടം. ഞണ്ട് തേങ്ങാക്കറിയും നല്ല ഉടഞ്ഞ കപ്പയും, എൻ്റെ ആ ഒരു മണം തന്നെ മതി. ആ ഒരു എന്താ പറയുക, നമ്മൾ ഒരുപാട് ഫുഡ് എടുത്തു പോവും.
പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് എപ്പോഴും ഇതുപോലെ മസാല വയ്ക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ മസാല വെച്ചത്. അപ്പോൾ എന്തായാലും തബൂക്കിലെ മറ്റ് വിശേഷങ്ങളും അതുപോലെ തന്നെ പുതിയ റെസിപ്പീസും നമ്മുടെ ഡെയിലി ലൈഫിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നീട് കാണുന്നത് വരെ ബൈ.